ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബീൻസ് ക്യാരറ്റ് തോരൻ ഉണ്ടാക്കുന്നതാണ്. ഇതെല്ലാവരും ഉണ്ടാക്കുന്ന ഒരു തോരനാണെന്നറിയാം. ബീൻസ് തന്നെയും ബീൻസും ക്യാരറ്റും ഇട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കുവാനായിട്ട് ഞാൻ ബീൻസും ക്യാരറ്റും ആദ്യം ചോപ്പറിൽ അരിഞ്ഞതിന് ശേഷം അതിലോട്ട് സവാളയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും തേങ്ങയും ഉപ്പും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലോട്ട് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം മിക്സ് ചെയ്ത് വെച്ച ക്യാരറ്റും ബീൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ചെറിയ തീയിലാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ചെറിയ തീയിലിട്ട് എടുക്കുമ്പോൾ നമുക്ക് കരിയാതെ ഒക്കെ കിട്ടും. അപ്പോൾ ഇത് അധികം സമയം ഇട്ട് വേവിക്കേണ്ട കാര്യമില്ല. കൂടി വന്നാൽ ഒരു 5 മിനിറ്റ് അതിൽ കൂടുതലിട്ട് വേവിക്കരുത്. ഇത് ഹൈ ഫ്ലെയിമിലിട്ടും നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്. ഇനിയും 1 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. തുറന്നതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കണം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് പോലും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് നിരത്തി വെച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഹൈ ഫ്ലെയിമിലിട്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ബീൻസ് തന്നെ അരിഞ്ഞ് ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന ബീൻസും ക്യാരറ്റും കൂടി ഇട്ടയാണ്. ഇത് ചോപ്പറിലാണ് അരിഞ്ഞത്. കൈകൊണ്ട് അരിയുമ്പോൾ നല്ല ഷേപ്പായിട്ടൊക്കെ ബീൻസ് കിട്ടും. പക്ഷെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കുവാനായിട്ട് ചോപ്പറിലിട്ട് അരിഞ്ഞ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീൻസ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കുവാൻ നല്ല ടേസ്റ്റാണ്. ബീൻസ് എന്ന് പറയുന്നത് വളരെ ഹൈ ഫൈബർ ഉള്ള ഒരു വെജിറ്റബിൾ ആണല്ലോ. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനു മുമ്പേ അപ്ലോഡ് ചെയ്ത വീഡിയോകളും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.